നയിച്ചതെല്ലാം ഞാൻ ആഗ്രഹിച്ചില്ല. നിൻ കരുതലിനിത്ര ആഴമോ. ഞാൻ നനച്ചതെല്ലാം ഞാൻ ആഗ്രഹിച്ചില്ല. നിൻ കരുതലിനിത്ര ആഴമോ. ഞാൻ നനച്ചതിലും ഞാൻ ചോദിച്ചതിലും അത്യന്തമായി എന്നെ ഉയർത്തി. ഞാൻ നനച്ചതിലും ഞാൻ ചോദിച്ചതിലും അത്യന്തമായി എന്നെ ഉയർത്തി. ഹല്ലേലൂയ, നീ എത്ര നല്ലവൻ. ഹല്ലേലൂയ, നീ എത്ര വല്ലവൻ. ഹല്ലേലൂയ, നീ എത്ര നല്ലവൻ. ഹല്ലേലൂയ, നീ എത്ര വല്ലവൻ. നിൻ കരുതൽ ഞാൻ ഓർത്തിടുമ്പോൾ സ്തുതിക്കാതിരിപ്പാൻ സാധ്യമോ. നിൻ കരുതൽ ഞാൻ ഓർത്തിടുമ്പോൾ സ്തുതിക്കാതിരിപ്പാൻ സാധ്യമോ. അലഞ്ഞ നേരം കരളലിങ്ങൻ്റെ അരികിലെത്തി. കര കാണാതെ അലഞ്ഞ നേരം കരളലിങ്ങൻ്റെ അരികിലെത്തി. കരുണയോടെ കരം പിടിച്ച കർത്തൻ കരുതൽ ഞാൻ മറന്നിടുമോ. കരുണയോടെ കരം പിടിച്ച കർത്തൻ കരുതൽ ഞാൻ മറന്നിടുമോ. ഹല്ലേലൂയ, നീ എത്ര നല്ലവൻ. ഹല്ലേലൂയ, നീ എത്ര വല്ലവൻ. ഹല്ലേലൂയ, നീ എത്ര നല്ലവൻ. ഹല്ലേലൂയ, നീ എത്ര വല്ലവൻ. നിൻ കരുതൽ ഞാൻ ഓർത്തിടുമ്പോൾ സ്തുതിക്കാതിരിപ്പാൻ സാധ്യമോ. നിൻ കരുതൽ ഞാൻ ഓർത്തിടുമ്പോൾ സ്തുതിക്കാതിരിപ്പാൻ സാധ്യമോ. പ്രൈസ് ദി ലോർഡ്. അനുദിന ദൈവവചനം. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. I have loved you with an everlasting love. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 3-ാം തിരുവചനം. The Lord has appeared of old unto me, saying, I have loved you with an everlasting love. Therefore with loving kindness I have drawn you. കർത്താവ് ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷനായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കി തന്നിരിക്കുന്നു. ആമേൻ. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവസ്നേഹത്തിന്
അളവുകളോ അതിരുകളോ ഇല്ല. ദൈവസ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും ഉയരവും അറിഞ്ഞവരാരാണുള്ളത്? നാം പാവം ചെയ്ത് അകന്നു പോയിട്ടും നമ്മെ തേടി മാറോടണയ്ക്കുന്ന സ്നേഹം, അതാണ് യഥാർത്ഥ സ്നേഹം, കണക്ക് പറയാത്ത സ്നേഹം. ദൈവത്തിൻ്റെ സ്വന്തം മക്കളായ നാം ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ അത് നമ്മുടെ അരുമനാഥന്റെ ഹൃദയത്തെ വേദനിപ്പിക്കില്ലേ? തീർച്ചയായിട്ടും. ആ അപ്പൻ മക്കളുടെ തിരിച്ചുവരവ് നോക്കി കാത്തിരിക്കും. തിരിച്ചു വന്നാലോ സ്വർഗത്തിൽ വലിയ വിരുന്നു നടക്കും. ആദിമാതാപിതാക്കൾ പാവം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോയപ്പോൾ ദൈവം അവരെ നിത്യ നരകത്തിന് വിട്ടുകൊടുക്കുവാൻ ആഗ്രഹിച്ചില്ല. അവരുടെ രക്ഷയ്ക്കായി പിതാവായ ദൈവം അനേകം രക്ഷാകരമായ പദ്ധതികൾ തയ്യാറാക്കി. നേതാക്കന്മാരെയും ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും ചെറിയ പ്രവാചകന്മാരെയും വലിയ പ്രവാചകന്മാരെയും നൽകി. എന്നാൽ അവരിൽ കൂടി നിത്യമായ രക്ഷാ പദ്ധതി കൈവന്നില്ല. അതിനാൽ പിതാവായ ദൈവം നിത്യമായ രക്ഷയ്ക്കുള്ള ഒരു പദ്ധതിയെ ആസൂത്രണം ചെയ്തു. താൻ തന്നെ വേഷത്തിൽ മനുഷ്യനായി ജനങ്ങളുടെ ഇടയിൽ പാർത്ത് എങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചു. കാൽവരി യാഗത്തിലൂടെ സകല മനുഷ്യരുടെയും പാവക്കറ കഴുകിക്കളഞ്ഞു. ആ പരമോന്നതമായ യാഗത്താൽ വിശുദ്ധീകരണം പ്രാപിക്കാത്ത ഒരു പാവവും ഇല്ല, ഒരു പാവിയും ഇല്ല. എന്നാൽ മനുഷ്യരെന്താ ചെയ്ത്? ഈ സ്നേഹത്തിൽ നിന്നും വേർവിട്ടു പോയി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ദൈവസ്നേഹത്തിൽ നിന്നും അകന്നുപോയ ഒരുപാട് പേരെ ദൈവവചന പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കാം. മുടിയനായ പുത്രന്റെ ഉപമയിൽ കൂടി ദൈവസ്നേഹത്തിന്റെ ആഴവും വ്യാപ്തിയും യേശു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിതാവിൽ നിന്ന് പാവം ചെയ്ത് അകന്നുപോയ മകന്റെ തിരിച്ചുവരവ് നോക്കി ദൂരത്ത് കണ്ണും നട്ട് കാത്തിരിക്കുന്ന സ്നേഹത്തിന്റെയും കരുണയുടെയും മൂർത്തിഭാവമായ പിതാവിൽ കൂടി പിതാവായ ദൈവത്തിന്റെ അതിരുകളില്ലാത്ത അളവുകളില്ലാത്ത ദൈവസ്നേഹത്തെ ദൈവപുത്രനായ യേശു കാണിച്ചു തരുന്നുണ്ട്. ആ ധൂർത്തപുത്രൻ എന്താ പറഞ്ഞേ? അപ്പാ, സ്വർഗത്തോടും നിന്നോടും ഞാൻ പാവം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ല. നിന്റെ ഭവനത്തിൽ ഒരു കൂലിക്കാരനെ പോലെ എന്നെ ചേർക്കണമേ എന്ന് പറയുമ്പോൾ ഓടിച്ചെന്ന് വാരിപ്പുണർന്ന് അവൻ ചെയ്ത സകല പാവങ്ങളും മറന്ന് പുത്രത്വ പദവി നൽകി സ്വന്തം ഭവനത്തിൽ അംഗമാക്കുന്ന പിതാവിന്റെ സ്നേഹം കാണാതെ പോയതിനെ തേടി വന്ന് മാറോടണക്കുന്ന സ്നേഹമാണത്. അപ്പനെ പറ്റിച്ച് നാടുവിട്ട് യാക്കോബിനെയും ദൈവസ്നേഹം അനുസരിക്കാതെ നിനുവയിലേക്ക് വണ്ടി കയറിയ യോനായെയും ഫിലമോനെ വിട്ടുപിരിഞ്ഞ് ഒനോസിമോസിനെയും ആ ദൈവസ്നേഹം തേടിയെത്തി. ഇന്ന് ദൈവത്തിൽ നിന്നും അകന്നു പോയിട്ടുണ്ടോ? മടങ്ങി വരാം പിതാവിന്റെ ഭവനത്തിലേക്ക്. പിതാവ് കണ്ണുനട്ട് നിന്നെ തന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ മടങ്ങി വരവും കാത്ത് നിത്യഭവനം ഒരുക്കി നിനക്കായി ദൈവം കാത്തിരിക്കുന്നു. ഓരോ ഹൃദയ കവാടത്തിലും യേശു മുട്ടുന്നു. ആ ശബ്ദം നമ്മോട് യാചിക്കുന്നു. തുറന്നു കൊടുക്കുമോ? യോഹന്നാൻ കണ്ട ദർശനത്തിലും ലവുദിക്യായിലെ സഭയോടുള്ള ദൂതായി ഈ ശബ്ദം യോഹന്നാൻ കേട്ടു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-20 വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളോട് സംസാരിച്ച ആ ദൈവിക സ്നേഹത്തെ ഓർക്കാം. അതുകൊണ്ട് അടച്ചിരിക്കുന്ന ഹൃദയത്തിന്റെ കവാടങ്ങളെ തുറക്കാം. നമ്മുടെ യേശുവിന് കടന്നെത്താൻ പറ്റാത്ത വിധം എന്തെങ്കിലും പാപബന്ധങ്ങൾ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവയെ നീക്കം ചെയ്യാം. യേശു എന്ന മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുവാനായി ഹൃദയത്തെ വിശുദ്ധീകരിക്കാം. ആ തങ്കച്ചോരയാൽ കഴുകി യേശുവിന്റെ മകനും മകളുമായി യേശുവിന്റെ ഭവനത്തിൽ നിത്യകാലം വസിക്കാം. ഈ ചിന്തകളാൽ ദൈവസ്നേഹം നമ്മളിൽ നിറയട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും തിരുക്കരങ്ങളിൽ തരുന്നു. ധൂർത്തപുത്രനെ പോലെ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയ സമയങ്ങളുണ്ട്. എന്നാൽ അവിടുത്തെ നിത്യമായ സ്നേഹം ഞങ്ങളെ മാറോട് ചേർത്ത് അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നതിനായി സ്തോത്രം.
കുടുംബമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവസ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന കുടുംബങ്ങളായി മാറട്ടെ, കൂട്ടായ്മകളായി മാറട്ടെ. ഞങ്ങളിലൂടെ അനേകർ സ്നേഹം നഷ്ടപ്പെട്ടുപോയ ദൈവിക സ്നേഹം എന്തെന്ന് രുചിച്ചറിയുവാൻ, ഞങ്ങൾ ജീവിത സാക്ഷ്യമുള്ള വിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും തിരുക്കരങ്ങൾ തരുന്നു. വിശേഷാൽ കുടുംബത്തിൽ അനേക വിഷയങ്ങളുള്ള അനേകർ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർത്താവേ, കുടുംബത്തെ തകർക്കാനായി ദുഷ്ടം കൊണ്ട് ഇടുന്ന എല്ലാ ആലോചനകളും എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി കുടുംബത്തിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷമുണ്ടാകട്ടെ. കുടുംബത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ഹല്ലേലൂയ ആ നിറവ് ഉണ്ടാകട്ടെ. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞ് അവിടുത്തെ ദിവ്യമായ സ്നേഹത്തിൽ കുഞ്ഞുങ്ങൾ നിറയപ്പെടുവാനും ലോകം വെച്ച് നീട്ടുന്ന സ്നേഹത്തിൻ്റെ പുറകെ പോകാതെ ദൈവിക സ്നേഹത്താൽ അവർ നിറയപ്പെടുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. വീണ്ടും ഞങ്ങളുടെ ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗ്ഗം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയുന്ന ദൈവമേ, അവയ്ക്കെല്ലാം തക്ക സമയത്ത് മറുപടി തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും മാനിക്കുന്നതിനായി നന്ദി. പ്രാർത്ഥനയെ യാചനയും കേട്ടിരിക്കുക. സ്തോത്രപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എന്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ, എന്റെ യാചന കൈക്കൊണ്ടവൻ. എന്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ, എന്റെ യാചന കൈക്കൊണ്ടവൻ. എന്നെ തള്ളാതെ മാറോടണച്ചു മാനിച്ചുയർത്തിയ മാ സ്നേഹമേ. എന്നെ തള്ളാതെ മാറോടണച്ചു മാനിച്ചുയർത്തിയ മാ സ്നേഹമേ. ഞാൻ നിലച്ചതല്ല, ഞാൻ ആഗ്രഹിച്ചില്ല, നിൻ കരുതലിനെത്ര ആഴമോ. ഞാൻ നിലച്ചതിലും ഞാൻ ചോദിച്ചതിലും അത്യന്തമായി എന്നെ ഉയർത്തി. ഹല്ലേലൂയ, നീ എത്ര നല്ലവൻ. ഹല്ലേലൂയ, നീ എത്ര വല്ലഭൻ. ഹല്ലേലൂയ, നീ എത്ര നല്ലവൻ. ഹല്ലേലൂയ, നീ എത്ര വല്ലഭൻ. നിൻ കരുതൽ ഞാൻ ഓർത്തിടുമ്പോൾ സ്തുതിക്കാതിരിപ്പാൻ സാധ്യമോ. നിൻ കരുതൽ ഞാൻ ഓർത്തിടുമ്പോൾ സ്തുതിക്കാതിരിപ്പാൻ സാധ്യമോ.